വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് ആണ്. 21ാമത്തെ LGS മോഡലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിക്കണേ. നമ്മൾ ഈ KSF-ല് പ്യൂൺ വാച്ച്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം നടക്കുകയുണ്ടായി 2024. 34/2024 എന്ന് പറയുന്നതാണ് അതിന്റെ എന്താ പറയാ കാറ്റഗറി കോഡ്. കണ്ടില്ലേ? 2024 ഒക്ടോബർ മാസം 22-ാം തീയതി നടന്ന പരീക്ഷയാണ് കേട്ടോ. അപ്പൊ ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിലും 80 GKയും 20 മാക്സും അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നോക്കൂ, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധ പ്രഖ്യാപനം ആരുടേതാണ്? ഇതൊരു ആൻസർ കീ ഇങ്ങനെ തന്നെയാണ് PSC കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഓപ്ഷൻ അടക്കണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബാലഗംഗാധര തിലകൻ. അടുത്തത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അത്. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? 1942 ഓഗസ്റ്റ് 9. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? 1950 ജാനുവരി മാസം 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭരണഘടനയുടെ ഭാഗം പാർട്ട് 4A ആണ്. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? 3ഉം 4ഉം എന്നാണ് ഇവിടെ പറയുന്നത്. സ്വത്തവകാശവും സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശവും. ഇത് രണ്ടും ഉൾപ്പെടുന്നില്ല അല്ലെ? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതൊക്കെ മൗലിക അവകാശമാണ്. മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ? അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? 1863 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരാണ്? C ശങ്കരൻ നായരാണ്. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം എന്നാണ്? 1949. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതി ബായി ആണ്. ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീമതി KA തുളസിയാണ്. ആരാണ്? ശ്രീമതി KA തുളസി അല്ലെ? ഇത് മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ള ടീച്ചർ നിങ്ങൾക്ക്. ആരുടെയെല്ലാം ശ്രമഫലമായാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത്? വിക്രം സാരാഭായി, ജവഹർലാൽ നെഹ്റു. ഡോക്ടർ VS കോത്താരി കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഏതാണ്? അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏതൊക്കെ? 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക, അതുപോലെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക, ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്നൊക്കെ പറഞ്ഞത് ഡോക്ടർ കോത്താരിയാണ് കേട്ടോ. സ്വാതന്ത്ര്യാനന്തരം രൂപീകൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ ആരൊക്കെ എന്നാണ് ചോദിക്കുന്നത്. ആരൊക്കെയാണ്? അതായത് 1 പുനഃസംഘടനാ കമ്മീഷൻ ആരൊക്കെ? HN ഗുൻസ്രു എന്ന് പറയുന്നതും അതുപോലെ തന്നെ സർദാർ KM പണിക്കരുമാണ്. അടുത്ത ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 5ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശം അല്ലാത്തത് ഏതാണ്? പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്നതൊരു നിർദ്ദേശമാണ്. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ വിശ്വാസം അത് അതിൽ പറയുന്നില്ല കേട്ടോ. അടുത്തത്, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഡോക്ടർ അശോക് കുമാർ ലാഹിരി. ആരാണ്? അശോക് കുമാർ അല്ലെ? അശോക് കുമാർ ലാഹിരിയാണ്. എന്തിന്റെ? നമ്മുടെ ISROന്റെ അല്ലെ? സോറി, നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ അടുത്തതാണ് ISROന്റെ ചെയർമാൻ എല്ലാവർക്കും അറിയാലോ, ഡോക്ടർ V നാരായണൻ. ആരാണ്? ഡോക്ടർ V നാരായണൻ. അപ്പൊ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ഡോക്ടർ അശോക് കുമാർ ലാഹിരി, ISROന്റെ ആരാണ്? ഡോക്ടർ V നാരായണൻ. പിന്നെ ഇതിനു മുമ്പ് എന്താ ചോദിച്ചേ? SC/ST മിനിസ്റ്റർ ആരാണിപ്പോ? ശ്രീമതി KA തുളസി. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 4 കറണ്ട് അഫയേഴ്സ് അതിൽ കണ്ടാലും നമ്മള്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം താഴെ തന്നിരിക്കുന്നവയിൽ കന്യാകുമാരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല
ആലപ്പുഴ ജില്ലയാണ്. അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാസ്ത്രീയ നൃത്തം. രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് ലൂണി നദി എന്നാണ്. 54ാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രത്തിന്റെ പേര് കാതൽ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇടുക്കി അണക്കെട്ടാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരത്തിന്റെ പേര് മനു ബാക്കർ എന്നാണ്. ഇന്ത്യയുടെ മധ്യഭാഗത്തോടുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖയാണ് ഉത്തരായന രേഖ. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖത്തിന്റെ പേര് നീണ്ടകര എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയുടെ പേര് പെരിയാർ എന്നാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിന്റെ സംസ്ഥാന ഫലം എന്ന് പറയുന്നത് ചക്കയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് പുല്ലൂരംപാറയാണ്. കേരളത്തിലെ ഏത് നഗരമാണ് സാംസ്കാരിക നഗരമായി അറിയപ്പെടുന്നത്? തൃശ്ശൂരാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂര്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? ഇടയ്ക്കൽ ഗുഹ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇടയ്ക്കൽ ഗുഹ വയനാടാണ്. ഇതിവിടെ ഇടുക്കി എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇടയ്ക്കൽ ഗുഹ വയനാടാണ് കേട്ടോ. അത് തെറ്റാണ്. ഇനി അടുത്തത് സ്വയം തൊഴിൽ വേതന തൊഴിലാളികളിൽ തൊഴിൽ പദ്ധതികളിൽ പെടാത്തത് ഏതാണ്? സ്വയം തൊഴിൽ പദ്ധതികളിൽ പെടാത്തത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, സുഭിക്ഷ കേരളം പദ്ധതി, ഇതൊക്കെ അതിൽ പെടും തൊഴിൽ വേതന പദ്ധതികളിൽ. പക്ഷെ ജീവനം പദ്ധതി അതിൽ പെടില്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 6 ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM സ്ഥാപിച്ചത് എവിടെയാണ്? ഭുവനേശ്വറിലാണ്. ഒറ്റയാനെ കണ്ടെത്താനാ പറയണേ. സൈലന്റ് വാലി, ഇരവികുളം, തട്ടേക്കാട്, മതികെട്ടാൻ ചോല. ഏതാണ്? തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. 2024 ഓഗസ്റ്റിൽ 75ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണ്? 1 രൂപ നോട്ടാണ്. ഭൗമശാസ്ത്രജ്ഞർ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസത്തെ എന്തു പേരിൽ വിശേഷിപ്പിക്കുന്നു? മണ്ണിന്റെ ക്യാൻസർ എന്നാണ് പറയുന്നത്. ജൂൺ മാസം 2024 ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ്ബോട്ടിന്റെ പേര് എന്താണ്? ജെമിനി എന്നാണ്. ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ്? 2024 മികച്ച മലയാള ചിത്രം ഏതാണ്? ആട്ടമാണ്. 2024 ഓഗസ്റ്റ് 16 EOS 08 വിക്ഷേപിക്കാൻ ISRO ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? SSLV D3 ആണ്. ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തെരഞ്ഞെടുക്കുക. ഏതാണെന്നാ പറയണത് ഇതില്? അതായത് എന്ത് പ്രസ്താവനയാ ശരിയായ പ്രസ്താവന? അപ്പോ 1, 2 ഇതിൽ ശരിയാണ്. ഡയഫ്രം ചുരുങ്ങി, വളവ് അല്പം നിവരുന്നു, വാരിയലൻ കൂട് ഉയരുന്നു. അതുപോലെ തന്നെ ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു, വാരിയലൻ കൂട് താഴുന്നു ട്ടാ. ഇനി അടുത്തത് 1, 2 ശരിയാണ്. 1ഉം 3ഉമാണ് ശരി അല്ലെ. 1ഉം 3ഉം സോറി ട്ടോ. 1ഉം 3ഉം ശരിയാണ്. 2ആണ് തെറ്റ് കേട്ടോ. ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം. ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ പരിശോധിച്ചിട്ട് ശരിയായിട്ടുള്ള ഉത്തരം നോക്കാനാ പറഞ്ഞേക്കണേ. ഉച്ഛ്വാസമാവുമ്പോ ഡയഫ്രം ചുരുങ്ങും, വളവ് അല്പം നിവരും, വാരിയലിന്റെ കൂട് ഉയരും. ഡയഫ്രം ചുരുങ്ങി ആ വളവ് അല്പം നിവരും, വാരിയലിന്റെ കൂട് ഉയരുന്നു. ഇനി എന്തുണ്ടാവുന്നു? അടുത്തത് ഏതാ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്? അടുത്തത് ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും, ശ്വാസകോശം വികസിക്കും. ഇത് രണ്ടാമത്തത് തെറ്റാണ് കേട്ടോ. അപ്പൊ ഏതാ ശരി? 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയാണ്, 2 തെറ്റാണ്. ഇനി മുറ, നിലിരവി, ബാധാവരി എന്നീ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? മുറ എന്ന് കാണുമ്പോൾ തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, എരുമയാണ് കേട്ടോ. ജലത്തിൽ കലർന്നു കിടക്കുന്ന പദാർത്ഥങ്ങളെ അലിയിക്കുന്നതിന് അത് അടിയിലേക്ക് എത്താൻ ആലം ചേർക്കുന്ന പ്രക്രിയക്ക് നമ്മൾ വിളിക്കുന്നത് കൊയാഗുലേഷൻ എന്നാണ്. 2024 ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യത്തിന്റെ പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് എന്ന് കണ്ടെത്തുക എന്നാണ് പറയുന്നത്. അതായത് 1ഉം 3ഉം ശരിയാണ്. ഭൂമി പുനഃസ്ഥാപിക്കുക, വരൾച്ച പ്രതിരോധം എന്നിവ ശരിയാണ് കേട്ടോ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ആർക്കാണ്? കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ തുടങ്ങിയവർക്കാണ്.
ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല ഇവയെല്ലാം എന്തിന്റെ ഉദാഹരണങ്ങളാണ്? ഇവയെല്ലാം നാഷണൽ പാർക്കുകളാണ്. വൈറ്റമിൻ എയുടെ അഭാവം നിശാന്തതയ്ക്ക് കാരണമാകുന്നു. അതൊരു പ്രസ്താവന നമുക്ക് തന്നേക്കാണ്. എന്നിട്ട് പറയാണ് വൈറ്റമിൻ എ റെറ്റിനയിലെ കാഴ്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായ ഉത്തരം കാണാനാണ് പറഞ്ഞേക്കണേ. അതിൽ പ്രസ്താവനയായാലും കാരണമായാലും ശരി എന്നതാണ് പറയുന്നത്. അടുത്ത ബലത്തിന്റെ യൂണിറ്റ് ഏത് എന്നാണ് ചോദ്യം. ന്യൂട്ടൺ ആണ്. കാഥോഡ് രശ്മികളുടെ സവിശേഷത അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സവിശേഷത അല്ലാത്തത് ആദ്യത്തെയാണ്. പോസിറ്റീവ് ചാർജ് ഉണ്ട്. കാഥോഡ് രശ്മികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ സവിശേഷത അല്ലാത്തതാണ്. സവിശേഷത ഏതൊക്കെയായിരിക്കും? നേർരേഖയിൽ സഞ്ചരിക്കും, മാസ് ഉണ്ട്, കാന്തിക മണ്ഡലത്തിൽ ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പൊ ഇത് മൂന്നും പഠിച്ചു വെച്ചോളൂട്ടോ. അടുത്തത് ബോക്സൈറ്റ് എന്ന ലോഹത്തിന്റെ അയിര് ഏതാണ്? അലുമിനിയം അല്ലെ. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? അതൊക്കെ നമ്മൾ പഠിച്ചതാ. കൊബാൾട്ട് 60. കലോറി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ്. 3 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയുടെ പേര് എന്താണ്? സുനിത വില്യംസ് എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കണ്ണൂരാണ്. പ്രളയ ബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗം ഏതാണ്? എലിപ്പനിയാണ്. വൈറസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ താഴെ പറയുന്നവയിൽ ശരിയായത്, വൈറസിൽ ശരിയായത് ഏതാണ്? ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് എന്നത് ശരിയായ ആൻസർ ആണ്. മലമ്പനിക്ക് കാരണമായ രോഗവാഹകൻ ആരാണ്? അനോഫിലസ് പെൺകൊതുകാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പകർച്ചവ്യാധികൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ക്യാൻസർ, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ ഒന്നും തന്നെ പകർച്ചവ്യാധി അല്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? സ്നേഹ സാന്ത്വനം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് സ്പെക്ട്രം എന്നാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല ആലപ്പുഴ ജില്ലയാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ഏതാണ്? പക്ഷാഘാതമാണ്. കേരള സർക്കാരിന്റെ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിക്ക് വിളിക്കുന്ന പേര് മിഠായി എന്നാണ്. താഴെ പറയുന്നവയിൽ ഈ വർഷത്തെ ലോക ആരോഗ്യ ദിന സന്ദേശം എന്തായിരുന്നു? നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം എന്നതാണ്. താഴെ പറയുന്നവയിൽ ഏതു ജീവകമാണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ജീവകം C ആണ് അസ്കോർബിക് ആസിഡ്. 100 ഗ്രാം കശുവണ്ടി പരിപ്പിൽ നിന്ന് ലഭിക്കുന്ന മാംസ്യത്തിന്റെ അളവ് എത്രയാണ്? 21.2 ആണ്. ഏത് വിറ്റമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ? വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം. താഴെ പറയുന്നവയിൽ പച്ചമുളകിന്റെ സങ്കര ഇനം ഏതാണ്? പച്ചമുളകിന്റെ സങ്കര ഇനമാണ് അനുഗ്രഹ എന്നത്. ഇവിടെ നമ്മൾ എത്ര ചോദ്യം പഠിച്ചേ? 80 ചോദ്യമാണ് പഠിച്ചത്. അതിൽ 4 ചോദ്യമാണ് പ്രധാനമായിട്ടും എന്തുണ്ടായിരുന്നത്? കറണ്ട് അഫയേഴ്സിന്റെ രൂപത്തിൽ ഉണ്ടായിരുന്നത് അല്ലെ. ഒരെണ്ണം കൂടി ഉണ്ട്. ഏതാണ്? ലോക ആരോഗ്യ ദിനത്തിന്റെ സന്ദേശം എന്ത് എന്നുള്ളത്. അപ്പൊ ഇതില് 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ സന്ദേശമാണ് പറയുന്നത്. 2025 ലോക ആരോഗ്യ ദിനത്തിന്റെ സന്ദേശം എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാട്ടോ. എല്ലാവരും ഇടാ. നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സിലെ ടീച്ചർ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളോ. ടീച്ചർ തീർച്ചയായിട്ടും ആൻസർ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി നമ്മളപ്പോ 22ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കും. അടുത്ത ക്ലാസ് ആകുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 30 എണ്ണം തീരും. ഒരാഴ്ചയും കൂടിയേ വേണ്ടി വരുള്ളൂ. അതോടുകൂടി നിങ്ങൾ ഏകദേശം നല്ല രീതിയിൽ പഠിച്ചു തീരും. അപ്പോൾ നമുക്കൊരു ജൂൺ മാസം കൂടി ഉണ്ട്. നിങ്ങൾക്ക് കുറെ റിവിഷൻ ചെയ്യാനുള്ള സമയമാണ്. മാക്സിമം ടീച്ചർ റിവിഷൻ തുടങ്ങണം എന്ന് വിചാരിക്കുകയാണ്. ലൈവ് ക്ലാസ്സുകളൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിവിഷൻ ലൈവ് പോലെയൊക്കെ ഓരോ സബ്ജക്റ്റുകൾ എടുത്തിട്ട് കേരള ഫാക്ട്സ് അല്ലെങ്കിൽ ഇന്ത്യ ഫാക്ട്സ് അല്ലെങ്കിൽ കേരള എന്താ പറയുന്നത് കേരളത്തിലെ നമ്മുടെ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ചിട്ട് കേരളത്തിലെ കലാപങ്ങളെ കുറിച്ചിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് അങ്ങനെ ഓരോ ദിവസം അങ്ങനെ ഓരോ ക്ലാസ് റിവിഷൻ ബേസിൽ ലൈവായിട്ട് വരാൻ താല്പര്യം ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് കേട്ടോ.